ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സലീം വള്ളിവട്ടം എന്ന യൂട്യൂബ് ചാനലിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് വന്നത് ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ള എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം പറയാനാണ്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായും കാണാൻ ശ്രമിക്കുക. കാരണം ഇതിന്റെ ഇടയിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഒന്നും മിസ്റ്റേക്ക് വരാൻ പാടില്ല. അതുകൊണ്ടാണ് എനിക്ക് പറ്റിയ അബദ്ധം നിങ്ങൾക്ക് പറ്റാതിരിക്കാനാണ് ഈ വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങൾക്ക് വന്നത്. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ പരമാവധി സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഇത് അറിയാത്തവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് അവർക്കും ഒന്ന് മനസ്സിലാക്കി കൊടുക്കാനും നിങ്ങൾ ശ്രമിക്കുക. ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ള വീഡിയോ മുഴുവനായിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. എനിക്ക് പറ്റിയ അബദ്ധം എന്ന് പറയുന്നത്, ഞാൻ ലൈസൻസ് റിന്യൂ ചെയ്യേണ്ട ഡേറ്റ് മറന്നുപോയി. ഞാനത് റിന്യൂ ചെയ്യാനായി കൊടുത്ത സമയത്താണ് എൻ്റെ ലൈസൻസ് ഇരിങ്ങാലക്കുട RTO ഓഫീസിന്റെ സൈറ്റിൽ കയറിയിട്ടില്ല എന്നുള്ളത് അറിഞ്ഞത്. എന്നിട്ട് ഞാനത് പോയി RTO ഓഫീസിൽ ഒരു പേപ്പർ കൊടുത്ത് ആ പേപ്പർ വെച്ച് മെയിൻ RTO വേണം അത് ചെയ്യാനായിട്ട്. അപ്പൊ RTOയുടെ സൗകര്യപ്രദമായ സമയമൊക്കെ നോക്കിയിട്ട് വേണം RTO അത് ചെയ്യാനായിട്ട്. അപ്പൊ അതിനൊക്കെ സമയം പിടിക്കും, 2-3 ദിവസമൊക്കെ പിടിക്കും. അപ്പൊ ഇതേപോലെ നിങ്ങളുടെ സൈറ്റിൽ വന്ന് ഈ ലൈസൻസ് നമ്മളുടെ സൈറ്റിൽ ഇല്ല എന്നുണ്ടെങ്കിൽ ഉടനെ നിങ്ങൾ ആ സൈറ്റിൽ കിട്ടുന്ന ആ ഒരു സ്ക്രീൻഷോട്ടും കൊടുത്ത് RTOയുടെ ഓഫീസിൽ പോയി അവിടെ കൊടുത്തിട്ട് പോരണം. 2 ദിവസം കഴിയുമ്പോൾ നമ്മളെ സൈറ്റിൽ അല്ലെങ്കിൽ നമ്മളുടെ ഏതാണ് മൊബൈൽ അതിൽ കൊടുത്തേക്കുന്നത് ആ മൊബൈലിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വരും, ഇത് സക്സസ് ആയി എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മുടെ ലൈസൻസ് നമുക്ക് പുതുക്കാൻ കൊടുക്കാൻ പറ്റുള്ളൂ. ലൈസൻസ് പുതുക്കാൻ കൊടുക്കുമ്പോൾ ഒരു കാരണവശാലും നമ്മൾ വേറെ പുറത്ത് പ്രൈവറ്റ് ആയിട്ടുള്ള ഒന്നിനും കൊടുക്കരുത്. നമ്മളുടെ ഡ്രൈവിംഗ് സ്കൂളിൽ മാത്രം അത് കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ ഗൂഗിൾ ഓപ്പൺ ആക്കുക. ഗൂഗിൾ ഓപ്പൺ ആക്കിയതിന് ശേഷം അതിന്റെ സെർച്ച് ഹിസ്റ്ററിയിൽ നമുക്ക് പരിവാഹൻ സേവ എന്നടിച്ചു കൊടുക്കണം. പരിവാഹൻ സേവ കണ്ട, ഈ പരിവാഹൻ സേവ ഓപ്പൺ ആക്കുക. ആദ്യം വന്നിക്കണ ഈ ലിങ്ക് ഓപ്പൺ ആക്കുക. അപ്പൊ നമുക്ക് ഇതേപോലെ ഒരു പേജ് ഓപ്പൺ ആയി വരും. ഈ പേജിൽ ഓൺലൈൻ സർവീസ് എന്നുള്ളതിൽ നിൽക്കും ലൈസൻസ് റിലേറ്റഡ് സർവീസ്. ഈ ലൈസൻസ് ഡ്രൈവിംഗ് ലൈസൻസ് റിലേറ്റഡ് സർവീസ് എന്നുള്ള ഓപ്ഷൻ നിൽക്കുക. അപ്പോൾ നമുക്ക് ഇതേപോലെ വേറൊരു പേജ് ഓപ്പൺ ആയി വരും. അതിൽ നമുക്ക് സെലക്ട് സ്റ്റേറ്റ് നെയിം എന്നുള്ള ഇത് ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. അതിൽ നമുക്ക് ഏതാണ് നമ്മളെ സ്റ്റേറ്റ് എന്ന് നോക്കുക, കേരള അടിക്കുക. അപ്പോൾ നമുക്ക് ഇതേപോലെ ഒരു പേജ് ഓപ്പൺ ആയി വരും. ഈ പേജ് നമുക്ക് ആവശ്യമില്ല, ഇത് നമുക്ക് എക്സിറ്റ് അടിക്കുക. അത് കഴിഞ്ഞ് നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് എന്നുള്ള ഈ മുകളിൽ കാണുന്ന ഈ ഓപ്ഷനുകളിൽ ഡ്രൈവിംഗ് ലൈസൻസ് എന്നുള്ള ആ ഓപ്ഷൻ നമുക്ക് വെച്ച് ഓപ്പൺ ആയി കഴിഞ്ഞാൽ സർവീസ് ഓൺ ഡ്രൈവിംഗ് ലൈസൻസ് DL എന്നുള്ളത് ഡ്രൈവിംഗ് ലൈസൻസ് റിനീവൽ ഡ്യൂപ്ലിക്കേറ്റ് AEDL IDP ഓദർ എന്നുള്ള ഈ ഓപ്ഷൻ നമുക്ക് ഓപ്പൺ ആക്കുക. ഇത് ഓപ്പൺ ആക്കി കഴിയുമ്പോൾ നമുക്ക് ഇതേപോലെ ഒരു പേജ് ഓപ്പൺ ആയി വരും. കണ്ടിന്യൂ ചെയ്ത് ഓപ്പൺ ആക്കുക. കണ്ടിന്യൂ ചെയ്ത് ഓപ്പൺ ആക്കി കഴിയുമ്പോൾ നമുക്ക് ഇതേപോലെ ഒരു പേജ് ഓപ്പൺ ആയി വരും. ഈ പേജ് ഓപ്പൺ ആയി വരുമ്പോൾ നമുക്കതിൽ ഡ്രൈവിംഗ് ലൈസൻസ് DL നമ്പർ എന്നുള്ളത് ഡ്രൈവിംഗ് ലൈസൻസ് നമ്പറും പിന്നെ ഡ്രൈവിംഗ് ലൈസൻസിൽ കൊടുത്തിരിക്കുന്ന ഡേറ്റ് ഓഫ് ബർത്തും പിന്നെ നമുക്ക് ഈ ക്യാപ്പും കൂടി നമുക്കത് ഇതിനകത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ കൊടുക്കാം. ഞാൻ എൻ്റെ തന്നെ കൊടുക്കാം. ഇതേപോലെ നമ്മുടെ ലൈസൻസ് ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. അല്ല, ഇതിപ്പോൾ എൻ്റെ ലൈസൻസാണ്. ഇതെൻ്റെ ഫോട്ടോ, സലീം TS, ഡേറ്റ് ഓഫ് ബർത്ത്, അഡ്രസ്സ് ഒക്കെ ഇതിനകത്ത് വരുന്നുണ്ട് ഇടാ. പിന്നെ നമ്മളെ ക്ലാസ് ഓഫ് വെഹിക്കിൾസ്, ഏതൊക്കെ വണ്ടിയൊക്കെ നമുക്ക് ഓടിക്കാൻ പറ്റുമെന്നുള്ളത്. അപ്പം എൻ്റെ മോട്ടോർ സൈക്കിൾ, ഗിയർ, ഹെവി ലൈസൻസിൻ്റെ
അതുപോലെ നമ്മളുടെ ബാഡ്ജ്, വാലിഡിറ്റി ബാഡ്ജ്. ഇതിപ്പോൾ എൻ്റെ ലൈസൻസിൻ്റെ നമ്പറാണ് 2024/10/2019 ടു 2030 വരെയും എൻ്റെ ലൈസൻസിന് വാലിഡിറ്റി ഉണ്ട്. ഇത് ട്രാൻസ്പോർട്ട് വാഹിക്കൾ, അതായത് എനിക്ക് പറ്റുക എൻ്റെ ഹെവി ലൈസൻസ് അതിൻ്റെ പേരിൽ എനിക്ക് ബാഡ്ജ് വേണം. അപ്പോൾ ആ ബാഡ്ജ് ഞാൻ പുതുക്കിയത് 13/11/2024 പുതുക്കിയിട്ട് 12/11/2029 വരെ എനിക്ക് ട്രാൻസ്പോർട്ട് ഉണ്ട്. ഇത് ബാഡ്ജ് ആവശ്യമില്ലാത്ത ലൈസൻസ് ആണെങ്കിൽ ഈ ട്രാൻസ്പോർട്ട് എന്നുള്ള ഈ ഓപ്ഷൻ വരില്ല, ഈ നോൺ ട്രാൻസ്പോർട്ട് എന്നുള്ള ഓപ്ഷനാണ് വരുള്ളൂ കേട്ടോ. അപ്പോൾ ബാഡ്ജുള്ള ആളുകളൊക്കെ പരമാവധി ഇതും ശ്രമിക്കുക, ഇത് ശ്രദ്ധിക്കുക. ഇതിൽ വല്ല ഡേറ്റിൽ എന്തെങ്കിലും വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കത് ഇതിൽ തന്നെ കൺട്രോൾ ഇതിൽ തന്നെ നമുക്കത് തിരുത്താവുന്നതാണ്. പക്ഷെ പരമാവധി നമ്മൾ തിരുത്താതെ നമ്മൾ ഡ്രൈവിംഗ് സ്കൂളിൽ കൊടുത്ത് അത് തിരുത്തിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം ചെറിയ എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ RTO ഓഫീസിൽ കയറി ഇറങ്ങി ഇങ്ങനെ നടക്കേണ്ടി വരും, ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിക്കേണ്ടി വരും. അപ്പോൾ എല്ലാവരും ആ കാര്യങ്ങൾ നല്ലോണം ശ്രദ്ധിക്കുക. നമുക്ക് എങ്ങനെയാണ് ലൈസൻസ് ഓൺലൈനിൽ ഇല്ല, നമ്മളെ RTO ഓഫീസിൽ നമ്മുടെ ലൈസൻസ് ഇല്ല എന്ന് ഉള്ള എങ്ങനെ നമുക്ക് ചെക്ക് ചെയ്യാന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ഞാനിപ്പോൾ കാണാം. എൻ്റെ ചെക്ക് ചെയ്തപ്പോൾ ഓക്കെയാണ്. നമുക്കിനി എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ലൈസൻസ് നമ്പർ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, അവൻ്റെത് RTO ഓഫീസിൽ കയറിയിട്ടില്ല എന്നാണ് പറഞ്ഞത്. നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എടാ, ഞാനിവിടെ ഡ്രൈവിംഗ് ലൈസൻസ് നമ്പർ കൊടുത്ത് ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ കൊടുക്കണം. ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തിട്ട് ഡേറ്റ് ഓഫ് ബർത്ത് 31 നമുക്ക് ടിക്ക് മാർക്ക് കൊടുത്തിട്ട് ഗെറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് ഡീറ്റെയിൽസ് അത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ലൈസൻസ് നമ്പറൊക്കെ കറക്റ്റ് കൊടുത്ത് ഡേറ്റ് ഓഫ് ബർത്ത് കറക്റ്റ് കൊടുത്ത് ഈ ക്യാപ്ഷനും ഇതും അടിച്ച് ഈ ഓപ്ഷൻ നോക്കി ഗെറ്റ് ലൈസൻസ് ഡ്രൈവിംഗ് ലൈസൻസ് ഡീറ്റെയിൽസ് എന്ന് ഓക്കെ അടിച്ചു കഴിഞ്ഞ് നമ്മുടെ ലൈസൻസ് വന്നില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലൊരു പേജാണ് ഓപ്പൺ ആയിട്ട് വരുന്നതെങ്കിൽ ഈ പേജ് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ ഷോപ്പിൽ നിന്ന് ഇതിൻ്റെ ഒരു ഫോട്ടോസ്റ്റാറ്റ് എടുത്തിട്ട് ഇത് നമ്മൾ RTO ഓഫീസിൽ കൊണ്ടു കൊടുക്കണം. RTO ഓഫീസിൽ കൊണ്ടു കൊടുത്താൽ മാത്രമേ ഈ പേജ് നമുക്ക് ലൈസൻസ് പുതുക്കാനും നമ്മുടെ ലൈസൻസ് ഓൺലൈനിൽ നമ്മൾ RTO ഓഫീസിൻ്റെ സൈറ്റിൽ കയറിയിട്ടുണ്ട് എന്ന് നമുക്ക് കൺഫേം ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് എല്ലാവരും ശ്രദ്ധിക്കുക, ഇതിൽ നിന്നൊരു മിസ്റ്റേക്ക് വരാൻ പാടില്ല. കാരണം നമ്മുടെ ലൈസൻസിൻ്റെ ഡേറ്റ് തീർന്ന സമയത്താണ് നമുക്കിത് ഓർമ്മ വരുന്നതെങ്കിൽ ഇതൊക്കെ നമ്മൾ രണ്ടാമത് ചെയ്യാനായിട്ട് നമ്മൾ ഇതിൻ്റെ പിന്നാലെ ഓടി നടക്കണം. ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോയുമായി മുൻകൂട്ടി നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്.